2026 മലയാളം ബോക്സ് ഓഫീസിനെ ഫസ്റ്റ് ദിവസം ഇളക്കി മറിച്ച 10 സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അതിൽ 10ാം സ്ഥാനത്തുള്ളത് നമ്മുടെ രാജുവേട്ടന്റെ പടമാണ്. ഏകദേശം 2,20,00,000 രൂപയാണ് സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയത്. 9ാം സ്ഥാനത്തുള്ളത് ടൊവിനോ നായകനായിട്ട് എത്തിയ പള്ളിച്ചട്ടമ്പി എന്ന ചിത്രമാണ്. സത്യം പറഞ്ഞ ഈ സിനിമ ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഏകദേശം 3,05,00,000 രൂപയാണ്. 8ാം സ്ഥാനത്തുള്ളത് ഒരു ഹിന്ദി ചിത്രമാണ്, ഒരു സ്പൈ മൂവി ദുരന്തർ 2, 3,10,00,000 രൂപ. 7ാം സ്ഥാനത്തുള്ളത് എന്തൊക്കെയൊക്കെയോ തള്ളി മറിച്ച് വന്നൊരു പടമാണ് കാട്ടാളൻ, 3,05,00,000 രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ. പക്ഷേ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരവുമില്ല. 6ാം സ്ഥാനത്തുള്ളത് ചത്ത പച്ച എന്ന ചിത്രമാണ്. മമ്മൂട്ടിയൊക്കെ ക്യാമിയോ റോൾ വന്ന പടമാണ്. സിനിമയുടെ പേര് പോലെ തന്നെ സിനിമ ചത്തുപോയ സിനിമയും കൂടിയാണ്. 3,70,00,000 രൂപയാണ് സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ. 5ാം സ്ഥാനത്തുള്ളത് വായ 2 ആണ്. ഏകദേശം 5,20,00,000 രൂപയാണ് കളക്ഷൻ. 4ാം സ്ഥാനത്തുള്ളത് ആടിന്റെ 3ാം ഭാഗമാണ്. 5,90,00,000 രൂപയാണ് കളക്ഷൻ. 3ാം സ്ഥാനം കരസ്ഥമാക്കിയത് അതിരടി മൂവിയാണ്. 6,50,00,000 രൂപയാണ് സിനിമയുടെ കളക്ഷൻ. 2ാം സ്ഥാനത്തുള്ള ചിത്രം മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് വന്ന പടം പാട്രിയറ്റ്. ഏകദേശം 8,50,00,000 രൂപയാണ് സിനിമയുടെ കളക്ഷൻ. പക്ഷേ എന്തൊക്കെയോ തകരാറ് മൂലം തിയേറ്ററിൽ അങ്ങ് പൊട്ടിപ്പോയി. 1ാം സ്ഥാനത്തുള്ള ആളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അദ്ദേഹത്തിന്റെ ആ ചെരിഞ്ഞ തോളിൽ അങ്ങ് താങ്ങും. 1ാം സ്ഥാനത്തുള്ളത് ദൃശ്യം 3, ഫസ്റ്റ് ഡേ കളക്ഷൻ 11,50,00,000 രൂപ. അപ്പോൾ സിനിമ വാർത്തകൾ അറിയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.